ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്താണ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് എനർജിയിലാണെന്നുള്ളത് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ എനർജി. ഓക്കെ, ഫസ്റ്റ് കാണുന്നത് ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. അതായത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നായിരിക്കാം. മേ ബി ഇത് നമ്മളോട് ആരെങ്കിലും മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മളെ ബ്ലെയിം ചെയ്യുന്നതായിരിക്കും. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്നുള്ള രീതിയിൽ നമ്മളെ ആരെങ്കിലും ബ്ലെയിം ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതും ആകാം. അത് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദ്യം ചോദിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതായത് കാരണം അറിയാത്തത് കൊണ്ട് കാരണം അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന എനർജിയാണ് ക്യൂൻ ഓഫ് സോർഡ്സ്. ഒരു വഴക്കാളി സ്വഭാവമെന്നോ അല്ലെങ്കിൽ ഒരു ധിക്കാർ സ്വഭാവമെന്നോ ഒക്കെ ഒരു അങ്ങനെയുള്ളൊരു എനർജിയാണ് ക്വീൻ ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ മിതത്വം പാലിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഇൻ കേസ് ആരെങ്കിലും വഴക്കിന് വന്നാൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക, കാരണത്തിനുള്ള സൊല്യൂഷൻ ഇപ്പോൾ ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് പറയുക. അങ്ങനെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ കോംപ്രമൈസ് മോഡിൽ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാണ് ക്വീൻ ഓഫ് സോർഡ്സ് കേട്ടോ. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാകുന്ന എനർജിയാണ്. ദെൻ 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ എഫേർട്ട് ഇടുക, എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരിക എന്നൊക്കെയുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ നമ്മുടെ സ്കില്ല് എന്താണോ ആ സ്കില്ല് യൂസ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന എനർജിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. നമ്മളിങ്ങനെ ഒരേ കാര്യം ചെയ്ത് അവസാനം മടുക്കുമല്ലേ, ആ ഒരു എനർജിയാണ്. വീണ്ടും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. സെയിം ഒരു സ്കില്ലിൽ എക്സ്ട്രാ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. കുഴപ്പമില്ല, നമുക്കതുകൊണ്ട് റിവാർഡ് കിട്ടും. കൂടുതൽ ജോലി എടുക്കുക, കൂടുതൽ പണം നേടുക, അത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, സേവ് ചെയ്യാനൊക്കെ പറ്റും. കൂടുതൽ നമ്മൾ നമ്മുടെ സ്കില്ലിനെ ഒന്ന് പോളിഷ് ചെയ്താൽ മതി. നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ നമുക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ധാരാളം പണം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓവർ ടൈം ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്രൻറ്റീസ്ഷിപ്പിന് പോകുന്നതോ, ഒരു ഗൈഡൻസ് ഒരു ആളുടെ അടുത്ത് നിന്ന് നമ്മൾ കൂടുതൽ എക്സ്ട്രാ ലേണിംഗ് കിട്ടുന്നതോ, നമ്മളൊരാളുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പഠിച്ച് അതിൽ ഇപ്പം വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പിടിക്കത്തില്ലേ, അത്തരത്തിലുള്ളൊരു എനർജിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ എക്സ്ട്രാ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കേട്ടോ 8 ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ ഏസ് ഓഫ് കപ്സ്. ഒരു പുതിയ പ്രണയം വരുന്നു എന്നാണ്, ഒരു പുതിയ തുടക്കം എന്നാണ്. മേ ബി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആളുകൾ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാവാം. അത് ലവ് ഓഫർ ആവണമെന്ന് നിർബന്ധമില്ല. മേ ബി അതൊരു ജോബ് ഓഫർ ആയിരിക്കും. നിങ്ങൾക്കൊരു സഹായം ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും, ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും, ഒരു സർപ്രൈസ് തരുന്നതായിരിക്കും. അതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു പുതിയ പ്രണയമായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അതൊരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതാണ് ഏസ് ഓഫ് കപ്സ്. നിങ്ങളിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അവരൊരു പുത്തൻ ഉണർവ് വരുന്നു, അവർക്കൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്ന ആളുകൾ, ആ മാറി നിൽക്കുന്ന ആളുകളെ, ആ സ്പിരിച്വൽ പേഴ്സണെ കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു സോൾമേറ്റിനെ എനിക്ക് ഇതുവരെ അറിയില്ല എങ്കിൽ ചിലപ്പോൾ ഈ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ അതെൻ്റെ സോൾമേറ്റ് ആണെന്നോ, അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക അടുപ്പം. ചിലപ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമ്മൾ ഡെയിലി ബേസിസ് നമ്മൾ കാണുന്ന ആളായിരിക്കും, പക്ഷെ നമുക്ക് അവരോട് ഇതുവരെ തോന്നാത്ത ഒരു താല്പര്യം ചിലപ്പോൾ ഇന്നേ ദിവസം അവരോട് തോന്നാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ. ഒരു ഏസ് ഓഫ് കപ്പ് ഒരു ന്യൂ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ആണ്. ദെൻ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ധാരാളം പണം കിട്ടും എന്നാണ്. അതുപോലെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റും എന്നാണ്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്നാണ്, ജനറസ് ആയിരിക്കണം എന്നാണ്. മറ്റുള്ളവർക്കും കൂടെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ധാരാളം പണം കിട്ടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് വളരെ ഇമോഷണലി സ്റ്റേബിളായിട്ടും ജനറസ് ആയിട്ടും ഇരിക്കേണ്ട ആവശ്യമുണ്ട്, ഗ്രൗണ്ടഡ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ പണം ഉപയോഗിക്കുമ്പോഴും പണം കിട്ടുമ്പോഴും ആ പണത്തിന് വേണ്ട സ്നേഹവും ബഹുമാനവും കൊടുത്ത് വേണം പണത്തിനെ സ്വീകരിക്കാനും പറഞ്ഞയക്കാനും എന്നുള്ളത് കേട്ടോ. അതുകൂടിയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ധാരാളം പണം വരുമെന്ന് തന്നെയാണ് അത് കാണുന്നത്. നമുക്കൊരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് വരുന്നു എന്നുള്ളതാണ്. സൺ കാർഡ് പറയുന്നത് എപ്പോഴും ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ നിങ്ങളിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു, ഒരു പുതിയ ഉയർച്ചയുടെ പടവ് നിങ്ങൾ കയറാൻ പോകുന്നു, നിങ്ങൾക്കൊരു
എന്താണ് ചൈൽഡ്ഹുഡ്, നമ്മുടെ ഇന്നർ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യപ്പെടുന്നു, നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ പാസ്റ്റിലത്തെ ട്രോമാസിനെ എല്ലാം നിങ്ങൾ ഹീൽ ചെയ്ത് പുതിയൊരാളായിട്ട് ഒരു പൂമ്പാറ്റയാവുന്നത് പോലെയാണ് സൺ ഗാർഡ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ട്രോമാസും, കുറേയധികം ട്രോമാസൊക്കെ ഹീൽ ചെയ്യപ്പെട്ട് നമ്മൾ പുതിയ ആ ഒരു പെയിൻ ഇല്ലാതെ നമ്മളൊരു പുതിയ ബന്ധത്തിലേക്കോ ഒരു പുതിയ തുടക്കത്തിലേക്കോ ഒക്കെ പോകുന്ന ഒരു എനർജിയാണ് ഈ സൺ ഗാർഡ്. ഇത് സമൃദ്ധിയുടെ കാർഡാണ്, വീണ്ടും അബണ്ടൻസിൻ്റെ കാർഡാണ്. അതുപോലെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. അതൊക്കെയാണ് സൺ ഗാർഡ് പറയുന്നത്. ഒരു പുതിയ തുടക്കം തന്നെയാണ്. അതുപോലൊരു ഇവിടെയും പറയുന്നത് നമ്മൾ സമൃദ്ധിയിൽ ഇരിക്കും, അബണ്ടൻസിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തോ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകുന്നുണ്ട്. ഈ 2 കാർഡുകളും, ഈ 3 കാർഡുകളും നിങ്ങളോട് അതാണ് പറയുന്നത്. അതുപോലെ ഏസ് ഓഫ് കപ്പ് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്. ഇതെല്ലാം പുതിയ തുടക്കങ്ങളുടെ കാർഡ് തന്നെയാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് 5 ഓഫ് സോഡ്സ് ആണ്. അതായത് നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ മെറിറ്റ് മറ്റുള്ളവരെടുക്കത്തില്ലേ. അതായത് നമ്മളായിരിക്കും ജോലി ചെയ്യുന്നത്, പക്ഷേ പറയുമ്പോൾ അത് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പക്ഷേ ചെയ്തത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതിൻ്റെ മെറിറ്റ് മറ്റുള്ളവരെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മുതലാക്കുക, നിങ്ങളെ ചൂഷണം ചെയ്യുക, നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക, എന്നിട്ട് അവർ ബെനിഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അവരെ ആനന്ദിക്കുക, ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുക എന്നൊക്കെ പറയുന്ന കാർഡാണ് ഈ 5 ഓഫ് സോഡ്. അതായത് ഒരു അൺഫെയർ ബാറ്റിലാണ്. അതായത് ശരിക്കുള്ള സന്തോഷത്തോടു കൂടിയുള്ളൊരു പ്രവൃത്തി ചെയ്യാതെ നിങ്ങളെ ചതിച്ചിട്ട് മറ്റൊരാൾ വിജയം ഉണ്ടാക്കുന്ന എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം, ആരുമാകാം, അവർ അന്നേരത്തെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻസൾട്ടഡ് ആവാനുള്ള സാധ്യത ഉണ്ട്, ഇൻസൾട്ടഡ് ആൻഡ് ഹേർട്ട് ആവാനുള്ള സാധ്യത ഉണ്ട്. അത് ശ്രദ്ധിച്ച് നിൽക്കുക കേട്ടോ. 5 ഓഫ് വാണ്ട് വഴക്കാണ്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. മേ ബി നിങ്ങൾക്കറിയാവുന്ന ആളുകൾ തന്നെ നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നതായിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് തോന്നുന്നൊരു ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ വഴക്കായിരിക്കാം. നിങ്ങൾ ഓപ്പണായിട്ട് മറ്റുള്ളവരുമായിട്ട് വഴക്ക് ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളോട് തന്നെ നിങ്ങൾ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. മേ ബി ഇത് വർക്ക് പ്ലേസ് ആയിരിക്കാം, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് 5 ഓഫ് വാണ്ട് പറയുന്നത് കേട്ടോ. ഇത് ചിലപ്പോൾ നമ്മുടെ മാനസിക സംഘർഷമാകാം. നമുക്ക് മനസ്സിൽ തോന്നുന്ന നമ്മുടെ ഒരു സംഘർഷമായിരിക്കാം, അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ള നമ്മുടെ മാനസിക സംഘർഷവുമായിരിക്കാം. എന്നാലും ഒരു കോൺഫ്ലിക്റ്റ്, വഴക്കിൻ്റെ കാർഡുണ്ട്. അതുകൊണ്ട് മാക്സിമം വഴക്കുകളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ കിങ് ഓഫ് സോഡ്സ് വീണ്ടും ഒരു വഴക്കാളി സ്വഭാവമാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ വിവേകം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക, വികാരങ്ങൾ കൊണ്ടല്ല എന്ന് പറയത്തില്ലേ, അതാണ്. ഹെഡ് ഓവർ ഹാർട്ടാണ് കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡ്സും ഉണ്ട്, ക്യൂൻ ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര വഴക്കാളി സ്വഭാവത്തിൽ നിൽക്കുന്നു അതേ വഴക്കാളി സ്വഭാവത്തിലായിരിക്കും ഓപ്പോസിറ്റ് ആൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലാരിറ്റിയാണ് ഇവിടെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നത് മനസ്സിലാവാതിരിക്കുക, ഒരാളുടെ സാഹചര്യം മനസ്സിലാവാതിരിക്കുക, അങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ അവിടെ വഴക്കുണ്ടാവുന്നതാണ് ഈ പറഞ്ഞ കിങ് ഓഫ് സോഡ്സ്. അവിടെ ചിലപ്പോൾ നമ്മൾ വളരെ ക്ലവറായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷപാതപരമല്ലാതെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെയും പക്ഷം പിടിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അവരുടെ സൈഡ് നിൽക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ശത്രുവാകും. അതാണ് കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ വഴക്കുണ്ടാവുകയാണെങ്കിൽ പക്ഷം പിടിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിഷ്പക്ഷമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഒരു കാരണവശാലും വികാരത്തിന് അടിമയായിട്ട് ഒരു തീരുമാനവും ഇന്നേ ദിവസം എടുക്കാൻ പാടില്ല എന്നാണ് കിങ് ഓഫ് സോഡ്സ് പറയുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പണം മാനിഫെസ്റ്റ് ചെയ്യുന്നു, പണത്തിനെ വെയിറ്റ് ചെയ്യുന്നു, ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകുന്നു എന്നാണ്. അതായത് നിങ്ങൾ മുൻപ് ചെയ്ത ഏതോ ഒരു പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ കാത്തിരിക്കുന്നു, അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയോട് തോന്നുന്ന വല്ലാത്ത അഭിനിവേശമായിരിക്കാം, അയാളോട് അവരെ മിസ് ചെയ്യുന്നതോ അവരെ വേണമെന്ന് തോന്നുന്നതോ അത്തരത്തിലുള്ളൊരു എനർജി ആയിരിക്കാനും സാധ്യതയുണ്ട്. അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്ക് മൂല്യമുള്ള ഒരാളാണ് അയാളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഒരു വ്യക്തിയുടെ മൂല്യം നമുക്ക് മനസ്സിലാവുന്നതും അയാൾക്ക് നമ്മൾ ആ മൂല്യം കൊടുക്കണമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നതും അവരെ മിസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു എനർജിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പണം എന്തായാലും ഇന്ന് വരും എന്നുള്ളതാണ്. മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുക, പണം വരും എന്നുള്ളതാണ് കേട്ടോ. ദെൻ
8 ഓഫ് വാണ്ട് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു എയർ ട്രാവൽ നടക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചലനമില്ലാതിരുന്ന ഒരു സാഹചര്യം ലൈഫിലുണ്ടെങ്കിൽ അവിടെ ഒരു ക്വിക്ക് ആക്ഷൻ എടുത്ത് ഒരു ചലനാത്മകത ഉണ്ടാവുന്നു. നമ്മളൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതോ, നമ്മുടെ അടുത്തേക്ക് നമ്മളെ കാണാൻ ആരെങ്കിലും വരുന്നതോ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്, നമ്മൾ സ്റ്റക്നെസ് അനുഭവിക്കുന്ന മേഖലയിൽ ഉണ്ടാവുന്നതൊക്കെയാണ് 8 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഓട്ടം വന്നിരിക്കുന്നത് എംബറാണ്. എംബറും കിങ് ഓഫ് സോർഡും ഒരുമിച്ച് വരുമ്പോൾ മോസ്റ്റ്ലി അവിടെ ഈഗോ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈഗോസ് ഉണ്ടാവാൻ, 2 ഈഗോ ഉള്ള ആളുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എംബർ എനർജി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ചിലപ്പം ചിട്ടയായിട്ടിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ചിട്ട ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അക്ഷരം പ്രയത്നിക്കേണ്ടി വരും. ചിലപ്പോൾ എല്ലാം ഒന്ന് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്യുന്നതോ ആ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ സുപ്പീരിയർ അതോറിറ്റീസ് നമ്മളോട് ഈഗോ കാണിക്കുന്നതാവാനും സാധ്യതയുണ്ട്. നമ്മുടെ മേലധികാരികൾ നമ്മളോട് ചിലപ്പോൾ ഈഗോ കാണിക്കുന്നതാകാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ കാണുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവുക, അങ്ങനെ യൂണിഫോം ജോബുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു മുഖാമുഖം കാണുന്ന എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ കോടതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നതായിരിക്കാം, കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റൂളിംഗ് അല്ലെങ്കിൽ ഗവേണിംഗ് ആയിട്ടുള്ള അതോറിറ്റീസിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ്. എംബർ എന്ന് വെച്ചാൽ റൂൾ ചെയ്യുന്ന ആളിനെ നമ്മൾ കാണുക, അവരെ പോയി കാണുന്നതോ അല്ലെങ്കിൽ അവരിലൂടെ എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ട് ശ്രമിക്കുന്നതോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ മേലധികാരികൾക്ക് നമ്മളോട് തോന്നുന്ന ഈഗോയോ അവരവരുടെ അധികാരം കാണിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആകാനും സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ കാർഡിൻ്റെ കീവേഡ്സാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ പുറത്തുനിന്നുള്ള മീനിങ്സ് അല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്ത് നെഗറ്റീവാണ് കാർഡിൽ മീനിങ് വരുന്നെങ്കിൽ ഞാൻ മീനിങ് അത് തന്നെയാണ് പറയാൻ പോകുന്നുള്ളൂ. നിങ്ങൾ എന്തൊക്കെ ചെയ്ത് വിളിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കീവേഡ്സേ പറയാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കാർഡുകൾ ഇൻറ്റൻറ്റ് ചെയ്യുന്ന അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ള എനർജി. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ നിങ്ങളിത് കാണാൻ ശ്രമിക്കത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.